തൈറോക്സിൻ്റെ ഉത്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗമേത്? ഗ്രേവ്സ് രോഗമാണ് തൈറോക്സിൻ്റെ ഉത്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം ഏത് ജില്ലയിലാണ്? ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം. 2025 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ച തപസ്വിനി അമ്മ എന്ന കൃതിയുടെ കർത്താവാര്? MK സാനുവാണ് 2025 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ച തപസ്വിനി അമ്മ എന്ന കൃതിയുടെ കർത്താവ്. MK സാനു ഈ കൃതി രചിച്ചത് 98-ാം വയസ്സിലാണ്. സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡാണ് സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ്. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിതയാര്? പത്മ രാമചന്ദ്രൻ ആണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏത്? ചാലിയാർ ആണ് നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമേത്? ഇടനാടാണ് റബ്ബർ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏത്? NH 66 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയ പാത. കേരളത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയമായ കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് ജില്ലയിലാണ്. പെരിയാറിൻ്റെ തീരത്തെ പക്ഷിസങ്കേതം ഏത്? തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് പെരിയാറിൻ്റെ തീരത്തെ പക്ഷിസങ്കേതം. കേരളത്തിൽ രണ്ടാമതായി നിലവിൽ വരുന്ന ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലിയാണ് കേരളത്തിൽ രണ്ടാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനം. 1988 ജൂലൈ മാസത്തിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ്? അഷ്ടമുടിക്കായലിലാണ് 1988 ജൂലൈ മാസത്തിൽ പെരുമൺ തീവണ്ടി അപകടം നടന്നത്. ജമ്മു കശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഉത്തര പർവ്വത മേഖലയുടെ ഏകദേശ നീളമെത്ര? 2400 കിലോമീറ്ററാണ് ജമ്മു കശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഉത്തര പർവ്വത മേഖലയുടെ ഏകദേശ നീളം. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണേത്? എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ്. ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടതാര്? ടിപ്പു സുൽത്താൻ ആണ് ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചതെവിടെ? മീററ്റിലാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായി ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന കൃതിയുടെ രചയിതാവാര്? VP മേനോൻ ആണ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന കൃതിയുടെ രചയിതാവ്. 1956 എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്? 1956 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്. ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ്? ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. 1938 രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിതയാര്? അക്കാമ ചെറിയാൻ ആണ് 1938 രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ നിലപാടായിരുന്നു? വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുടെ നിലപാടായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ നേടി? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകളാണ് നേടിയത്. ക്ലാസിക്കൽ പദവി ലഭിച്ച എത്രാമത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം? ക്ലാസിക്കൽ പദവി ലഭിച്ച 5ാമത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? കടമ്മനിട്ട രാമകൃഷ്ണൻ ആണ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യക്കായി ഏറ്റവും അധികം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരമാര്? സുനിൽ ഛേത്രിയാണ് ഇന്ത്യക്കായി ഏറ്റവും അധികം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം. ചബഹാർ തുറമുഖം ഏതു രാജ്യത്താണ്? ഇറാനിലാണ് ചബഹാർ തുറമുഖം. ഫുട്ബോൾ മൈ സോൾ എന്നത് ആരുടെ ആത്മകഥയാണ്? TK ചാത്തുണ്ണിയുടെ ആത്മകഥയാണ് ഫുട്ബോൾ മൈ സോൾ. ഏതു രാജ്യത്തെ സർവകലാശാലയാണ് മാക്സ് എന്ന പൂച്ചയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകിയത്? അമേരിക്കയിലെ സർവകലാശാലയാണ് മാക്സ് എന്ന പൂച്ചയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകിയത്. കുട്ടികളിൽ സർഗാത്മകതയും സംരംഭകത്വവും വളർത്താനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏത്? മൈൻഡ് ബ്ലോവേഴ്സ് ആണ്
കുട്ടികളിൽ സർഗാത്മകതയും സംരംഭകത്വവും വളർത്താനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമേത്? ലഖ്നൗ ആണ് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാരത് നെറ്റ് പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? പഞ്ചാബാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭാരത് നെറ്റ് പദ്ധതി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പട്ട് മ്യൂസിയം ഏത് നഗരത്തിലാണ് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ട് മ്യൂസിയം മൈസൂരുവിലാണ് നിലവിൽ വരുന്നത്. ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറമെന്ത്? കറുപ്പാണ് ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിൻ്റെ നിറം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകമേത്? സൾഫർ ഡയോക്സൈഡാണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലമെന്ത്? പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ ആണ് ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലം. നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? സ്ക്ലീറയാണ് നേത്രഗോളത്തിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഹൈഡ്രജനാണ് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. കുട്ടികൾക്കുള്ള BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധമാണ്? കുട്ടികൾക്കുള്ള BCG വാക്സിൻ ക്ഷയരോഗത്തിന് എതിരെയുള്ള പ്രതിരോധമാണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്ന ദിവസമെന്ത്? ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. 2017 ഇന്ത്യയിലെ ആദ്യത്തെ പൈതൃക നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഏതാണ്? അഹമ്മദാബാദാണ് 2017 ഇന്ത്യയിലെ ആദ്യത്തെ പൈതൃക നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. വെല്ലൂർ കലാപം നടന്ന വർഷമേത്? 1806 വെല്ലൂർ കലാപം നടന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രമേത്? ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചിത്രം. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായകൻ. കേരള കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വന്നത് എവിടെ? ഇടുക്കിയിലാണ് കേരള കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ ഇലക്ട്രോണിക് സ്ഥാപനം ഏത്? കെൽട്രോൺ ആണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ ഇലക്ട്രോണിക് സ്ഥാപനം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എവിടെ? കഞ്ചിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം. അനേർട്ട് സ്ഥാപിതമായ വർഷമേത്? 1986 അനേർട്ട് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത്? കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ദേശാടന കിളികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കബനി നദിയുടെ തീരത്താണ് നാഗർഹോള ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. പുളിയാർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? കൽപ്പറ്റയിലാണ് പുളിയാർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.